ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കണം. ഇത് ഇങ്ങനെ എടുത്തിട്ട് ഈ ഞെടുപ്പ് ഒന്നെങ്കിൽ ഇവിടുത്തെ കുത്തുക, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് വെച്ച് ഇത് ഇങ്ങനെ വയ്ക്കുക. ഇതാണ് കുമ്പിളപ്പം. ആ. അപ്പോൾ നമസ്കാരം. ഇന്ന് നമ്മളൊരു അടിപൊളി കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് മേരിയമ്മച്ചിയുടെ വക സ്പെഷ്യലായിട്ട്. ഇതവിടെ പിന്നെ പഴം മിക്സിയിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്, ശർക്കര, റവ, തേങ്ങ, എടണയില എല്ലാം, പിന്നെ വേറെ കുറേ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അമ്മച്ചി പറഞ്ഞു തരും. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 4 മണിക്ക് കഴിക്കാൻ പാകത്തിനുള്ളൊരു നല്ല കുമ്പിളപ്പം ആണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മുടെ 4 മണിക്കത്തെ കടിയും ഇത് തന്നെയാണ്. കട്ടൻകാപ്പിയും ഒരു കുമ്പിളപ്പവും. 1-2 കഴിച്ചോ? ആയിക്കോട്ടെ, എണ്ണം പറയുന്നില്ല, ആവശ്യത്തിന് കഴിക്കാം. അപ്പം ഇതെങ്ങനെയൊക്കെയാന്ന് അമ്മച്ചി ഒന്ന് പറഞ്ഞു കൊടുത്ത് നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാം. കുമ്പിളപ്പം ഉണ്ടാക്കാൻ ഇത് റവയാണ്, വറുത്ത റവ. ഇതൊരു 300 ഗ്രാം റവയുണ്ട്. പിന്നെ ഒരു കുറച്ച് പാളയംകോടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ എണ്ണം നമുക്ക് പറയാൻ പറ്റത്തില്ല. മെയിനായിട്ടും ഇത് തന്നെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചിളക്കാം. അല്ലെങ്കിൽ ചക്കപ്പഴമൊക്കെ ഇതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുമല്ലോ. പഴമാണെങ്കിൽ പാളയംകോടൻ പഴം തന്നെയാണ് പറ്റുള്ളൂ. അതിപ്പോൾ ഏത് പഴമായാലും കുഴപ്പമില്ല. പാളയംകോടൻ പഴം നമ്മുടെ നല്ലതാണ്. അല്ലെങ്കിൽ ചക്കപ്പഴം. ചക്കപ്പഴം. പിന്നെ റവയിലേക്ക് പഴം അടിച്ചു വെച്ചിരിക്കുന്നത് ഒഴിക്കുക. അതൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ പിന്നെ നന്നായിട്ട് മിക്സ് ആകണം. വറുത്ത റവയാകുമ്പോൾ ഒരു സ്വല്പം കൂടി ഒന്ന് മുറുകും. ഇപ്പം ഇങ്ങനെ അയഞ്ഞിരുന്നാലേ ഒരു സ്വല്പം കൂടെ മുറുക്കം വരും. ഇനി ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങായ, അത് നമ്മുടെ ഒരു കണക്കാക്കി അതെ ഇടുക. പിന്നെ കുറച്ച് ശർക്കര നമുക്ക് കുറച്ച് മധുരമൊക്കെ വേണ്ട, അതൊക്കെ കണക്കാക്കിയിട്ട്. പിന്നെയുള്ളത് കുറച്ച് ജീരകമാണ്. ജീരകം നമുക്കൊരു കുറച്ച് മതി നമ്മുടെ. ഓക്കെ. പിന്നെ ഇതൊരു 5 ഏലക്കായാണ്. ഇതിൻ്റെ തുണ്ടൊന്നെടുത്ത്, ഏലക്ക തൊണ്ടോടുകൂടി ഞാൻ പൊടിക്കുവോ ഇതേ, പക്ഷെ തൊണ്ട് കളഞ്ഞിട്ട് അതെ. അഞ്ച് ഏലക്ക പൊടിച്ചതാണിത്. പിന്നെ ലേശം ഉപ്പ് വേണം. മധുരം ചേരുന്ന കാരണം ഒത്തിരി ഉപ്പ് വേണ്ട. ഇത്രയാണ് ഇതിൻ്റെ ചേരുവകൾ. ചേരുവകളുമായി ഇനി നമുക്ക് വെള്ളം അടുപ്പിലേക്ക് വെക്കാം. അപ്പം ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ ഇത് കുഴച്ച് കൊണ്ടുവരണം അല്ലേ? അതെ, കുഴച്ച് കൊണ്ടുവരണം. ശരിക്കും ഈ മലബാർ സൈഡിലേക്കൊക്കെ അധികവും ചക്കപ്പഴം കണ്ടുണ്ടാക്കും. അന്നേരം ഒരു സീസണിൽ മാത്രമല്ലേ നമുക്ക് പറ്റുള്ളൂ. ഇതിപ്പം പഴമൊക്കെ, പക്ഷെ ഇങ്ങോട്ട് കോട്ടയം സൈഡിലേക്കൊക്കെ ഇത് നമ്മൾ ഒത്തിരി നഷ്ടപ്പെട്ടു പോകാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ വല്ല കുറച്ചൊക്കെ കഴിക്കാൻ പറ്റും. അതെ, അതാണ്. അപ്പം നമ്മൾ ഇല എടുത്തിട്ട് ഷീനയ്ക്ക് അറിയാവോ? എനിക്ക് തിന്നാനറിയാം. ഇനിയിപ്പം നമ്മളിതിങ്ങനെ ഉരുളയാക്കിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കണം. ഇത് ഇങ്ങനെ എടുത്തിട്ട് ഈ ഞെടുപ്പ് ഒന്നെങ്കിൽ ഇവിടുത്തെ കുത്തുക, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് വെച്ച് ഇത് ഇങ്ങനെ വയ്ക്കുക. ഇതാണ് കുമ്പിളപ്പം. ഓക്കെ, നോക്കിയേ. ഇതിങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണോ? അങ്ങനെയല്ല, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മനസ്സിലായോ? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വെക്കണം. ഉള്ളിലേക്ക് കയറ്റി വെച്ചോ. എന്നിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ചെറിയ ഷേപ്പ് വ്യത്യാസം വന്നതേ സംഭവം റെഡി. സാരമില്ല, നല്ല ആദ്യമേ ചെയ്യുന്നല്ലേ. അത് കാരണം അങ്ങനെയൊക്കെ വരും. എന്നാൽ നമുക്ക് 2 പേർക്കും കൂടെ ചെയ്താലോ? അറിയാവോ? നാലല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് തരണോ? ഇത് കേട്ടോ, പഠിക്കാമല്ലോ. ഇതിന്റെ ഞെട്ട് നിർത്തി വേണം നമ്മൾ ഈ ഇടനേല എടുക്കാൻ, അല്ലെങ്കിൽ നമുക്കിത് കുത്തിവെക്കാൻ പണിപ്പെടും. അങ്ങനെയുള്ളത് കൊള്ളത്തില്ല.
അല്ലെങ്കിൽ നമുക്ക് പിന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് ഇങ്ങോട്ട് കുത്തും ഇത് ഈ പുറത്തോട്ട് അത് ഇത്തിരി പാടാണ്, ഷേപ്പ് മാറിപ്പോവുക. പക്ഷേ കുറച്ചുകൂടെ മൂത്ത ഇലയാണെങ്കിൽ നമുക്ക് അകത്തേക്ക് തന്നെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കുമ്പിളപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത്. അവിടെ നല്ല ചെറിയ ഇല ഉണ്ടല്ലോ. ഇവിടെ എത്ര ഇല വേണമെങ്കിലും അമ്മച്ചിക്ക് തരും. വേണോ? ഇത് കണ്ടോ, ഇത് ഇങ്ങനെ വെക്കാം. ഇത് കണ്ടോ, ഇങ്ങോട്ട് കമത്തി വെച്ചേക്കാം, എന്നാൽ തുറന്നു പോകാതിരിക്കില്ല, എന്തോളുകയും ചെയ്യും. ഇതെല്ലാം റെഡിയാക്കി. ആയിട്ടുണ്ടാവുമോ? നല്ല ആവിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇതെല്ലാം ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാം റെഡിയായി. നമുക്ക് ഇതിന്റെ കളർ കാണുമ്പോൾ അറിയാം. ഇവിടെ ഇലയുടെ കളറും ഇല പച്ചച്ചിരിക്കും. പക്ഷേ ഇതെല്ലാം ഇല നല്ല വില വാടി. പക്ഷേ ഇവിടെ ഒക്കെ കണ്ടോ വെന്തിരിക്കുന്ന കണ്ടോ, അതാണ് അതിന്റെ ലക്ഷണം. അറിയാം. അതെ, കറക്റ്റായി. നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് ഇനി ഷിനോയി ഒന്ന് ചൂടിച്ചിട്ട് സഹിക്കുമോ? ചൂടോ? ഇങ്ങനെ ആങ്കറായിട്ട് നിൽക്കുന്ന ഒരു ചെറിയ ത്യാഗമൊക്കെ സഹിക്കേണ്ടതാകട്ടോ. പിന്നെ കാരണം എല്ലാം ചൂട് സാധനമല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അന്നേരം നമുക്ക് മെല്ലെ എടുക്കാം. പൊളിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് തണുക്കുമല്ലോ. കുമ്പിളപ്പം നമ്മൾ ചൂടോടെ കഴിക്കണമെന്നുണ്ടോ? എങ്ങനെയില്ല, എന്നാലും നമുക്ക് രുചി നോക്കണ്ടേ? രുചി നോക്കാം. അതെ, നമുക്ക് എന്നാ ഒരെണ്ണം എടുത്ത് നോക്കാം. ഞാൻ പൊളിച്ചോ. ചൂടുണ്ട്. ഇത് ഇവിടുന്ന് പൊളിക്കും. ഇത് അങ്ങനെ വേണം എടുക്കാൻ. ഇല വെച്ചോണ്ട് തന്നെ വേണേ കടിക്കാം, അല്ലെങ്കിൽ തന്നെ പോവാതെ. നല്ല ചൂട് പറഞ്ഞോട്ടെ. എന്തായാലും നല്ല ഷേപ്പും നല്ല കളറും എല്ലാം ഉണ്ട്. പഴമൊക്കെ ഉണ്ടല്ലോ, നമുക്കൊക്കെ ഏറെക്കുറെ നമുക്ക് തിന്നാൻ പറ്റാതെയൊക്കെ വരുമ്പോഴേ ഇങ്ങനെ നമുക്ക് വെച്ചാലുണ്ടല്ലോ, ഇത് തണുക്കുമ്പോഴാണ് ഇതിന് രുചി കൂടുന്നത്. മധുരം എല്ലാം കൂടുന്നത് തണുത്ത് കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ തന്നെ ഇങ്ങനെ ചൂടായി ഇലേന്റെ ഒക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട്. കുമ്പളപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഇടനയില മാത്രം ഉണ്ടാക്കിയാൽ അതിന് രുചി കിട്ടത്തുള്ളൂ. രുചി മണം. അല്ലാതെ വാഴയിലയിൽ നിന്നും ഉണ്ടാക്കിയ അതിന്റെ ഈ ഇടനയിലയാണ് അതിന്റെ രുചി. അടിപൊളിയാ. ഇതെങ്ങനെ ഉണ്ടാക്കിയിട്ടേ തണുത്തെല്ലാം നല്ലപോലെ കഴിയുമ്പോൾ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെച്ചാലേ നമുക്ക് പിന്നെ വലിയൊരു കടും കാപ്പിയൊക്കെ കുടിക്കുമ്പോഴാ സ്റ്റീമറിലോട്ടൊക്കെ വെച്ചോ ഓവനെ വെച്ചൊക്കെ ഒന്ന് ചൂട് കയറ്റി നമുക്ക് കഴിക്കാം. അല്ലെ ഫ്രിഡ്ജിലെ ചൂട് നമുക്ക് കളഞ്ഞേ കിട്ടിയാലേ മതിയല്ലോ. ഇതാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ച് തണുപ്പിച്ചിട്ട് അതെ എടുക്കാം. കട്ടൻ കാപ്പിന്റെ കൂട്ടത്തിൽ എടുക്കാൻ പറ്റും. കഴിക്കുന്നത് നല്ലത്. അപ്പൊ നല്ല കുമ്പിളപ്പാണ് ഇന്നത്തെ നമ്മുടെ 4 മണിക്ക് കാപ്പി ഉഷാറാകും. അപ്പോൾ എല്ലാവരും കുമ്പിളപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അമ്മച്ചിനെ അഭിപ്രായം അറിയിക്കുക. അതെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.